ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ രാവിലെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ കമൻറ്റ്സ് ഞാൻ അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാരൊക്കെ നെഗറ്റീവാണ് പറഞ്ഞത്. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നു, പിന്നെ നീ അവള് എന്താ പറയുക സുഖമില്ലാണ്ട് കിടക്കുന്ന സമയത്ത് തന്നെ വണ്ടി പോകണമെന്നൊക്കെ. നമുക്ക് ആ ട്രാവലർ അന്നും പറഞ്ഞ സംഭവത്തിന് ശേഷം വണ്ടിയൊന്നും ആരും അങ്ങനെ ആർക്കും കൈവിട്ട് കൊടുക്കൂല. പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരെ അല്ലാണ്ട് വേറെ ആർക്കും വണ്ടി കൊടുക്കില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ വണ്ടി പോയത് തന്നെ. പിന്നെ നാളെ ഇപ്പം എന്തായാലും ഡോക്ടറെ അടുത്ത് കാണിക്കുന്നു, കോളേജിൽ കൊണ്ടുപോകുന്നുണ്ട്. കോളേജിൽ പോയിട്ട് കാണിക്കും. കാരണം അങ്ങനെ വെച്ചാൽ പറ്റൂല. കാരണം നമുക്ക് സുഖമില്ലാത്ത ഒരാളെ വീട്ടിലാക്കി ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോവല്ല. കാരണം വേറെ നിവൃത്തിയില്ല, അവിടെ കാണിച്ചിട്ട് എന്തായാലും മാറ്റി കാണിക്കണം. അതുകൊണ്ടാണ് ഒന്നാമത് ഡിസ്ചാർജ് ആക്കി പോകുന്നത്. അപ്പോൾ നാളെ എന്തായാലും കോളേജിൽ പോയി കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ വണ്ടിയിൽ പോകാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, എന്താ പറയുക, ആ ഒരു വാൽപ്പാറ സംഭവത്തിന് ശേഷം അല്ല, അല്ലെങ്കിലും ഈ ട്രാവലറൊന്നും ആരും ഇങ്ങനെ വേറെ ആൾക്കാർക്ക് കൈവിട്ട് കൊടുക്കില്ല, പുതിയ ആൾക്കാർക്കൊന്നും കൈവിട്ട് കൊടുക്കില്ല. അപ്പോൾ ഒന്നാമത് അതിൽ പോകുന്ന ഒരു ചേട്ടന് നാളെ വർക്ക് ഉണ്ട്. പിന്നെ പിന്നെ ഞാനുള്ളത് വേറൊരാൾ ഇന്ന് മലയ്ക്ക് പോയിട്ട് ഇന്ന് എത്തുകയുള്ളൂ. അങ്ങനത്തെ കാരണം കൊണ്ടൊക്കെയാണ് വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞത്. നെഗറ്റീവ് വായിച്ച ആൾക്കാർക്ക് ഞാൻ വേറെ അടുത്ത വീഡിയോയിൽ ഞാൻ നെഗറ്റീവിന് മറുപടി ഞാൻ തരുന്നുണ്ട്. ഇപ്പം സമയമില്ല. കാലിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റീൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, അതായത് കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ കാണും. ആ റിവ്യൂ കാണുന്ന സമയത്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിവ്യൂ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഏറ്റവും കൂടുതൽ, അതിലല്ല, ഏറ്റവും കൂടുതൽ എന്താ പറയുക ബാഡ് കമൻറ്റ്. അത് നിങ്ങൾക്ക് ഞാൻ ഈ സ്ക്രീനിൻ്റെ താഴെ വെക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. കാരണം കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഏകദേശം മനസ്സിലാവും. അതിൽ തന്നെ എല്ലാവരും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സിസ്റ്റേഴ്സിനെ പറ്റി. ഞാൻ പറഞ്ഞ കാര്യമല്ല, അതിലുള്ളതാണ് ഡോക്ടേഴ്സിനെ പറ്റി. അതിനൊക്കെ പോരാത്തതിന് ഇത് കളവാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞത്, അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഓണർ എന്നുള്ള മെസ്സേജും അതിലുണ്ട്. സോറി, നിങ്ങൾ ഇനി വരുമ്പോൾ റെഡിയാക്കാം, അല്ലെങ്കിൽ സോറി ഞങ്ങളുടെ അടുത്ത് നിന്ന് പറ്റിപ്പോയതാണ്, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള പല പല മെസ്സേജും കാര്യങ്ങളും ആ റിവ്യൂലുണ്ട്. അത് തന്നെ നോക്കിയാൽ ഏകദേശം മനസ്സിലാവും അവിടെ എത്രത്തോളം ഫാൾട്ട് ഉണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ആ കാലിൻ്റെ അവസ്ഥ നിങ്ങൾ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കള്ളത്തരം പറഞ്ഞൊരു കാര്യം വരുന്നില്ല. ആ ഒരു നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട്, അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അതിന് നീതി കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് നീതി കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം നേടിയെടുക്കണമെങ്കിലോ അത് ജീവനുള്ളപ്പല്ലേ വേണ്ടത്. നാളെ ഇപ്പോൾ അവളെ കാല് പറ്റി, എന്താ പറയുക, ബൈ ചാൻസ് എന്തെങ്കിലും പറ്റി ഇല്ലാതായി കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് നീതി കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ അവിടുത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അവിടെ പോയി കാണിച്ചിട്ടുണ്ട്. അവിടെ മൈഗ്രെയിനിന് പോയിട്ട് പല രീതിയിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എല്ലാ സിസ്റ്റർമാരും ചീത്തയാണെന്നോ അല്ലെങ്കിൽ മോശപ്പെട്ട സംസാരിക്കുന്നവരാണെന്നൊന്നും ഞാൻ പറയില്ല. നല്ല നേഴ്സുമാരുണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്. നല്ല ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ നമ്മളാ എന്താ പറയുക, വരുന്നത് രോഗിയാണ് എന്ന രീതിയിൽ നോക്കാത്ത ഡോക്ടർമാരുണ്ട് അവിടെ. അപ്പം അന്ന് ചെയ്ത ആ ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞാൽ, അവരുടെ അടുത്ത് ഞാൻ സംസാരിക്കാൻ പോയപ്പോൾ വരെ അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സംസാരവും, പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം. അല്ലാണ്ട് നമ്മളിതിങ്ങനെ ന്യായീകരിച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിൽ ആ ഒരു സിസ്റ്റർ, എനിക്ക് തോന്നുന്നു, ഒരു പഠിച്ചിട്ടും കാര്യങ്ങളൊന്നും വന്നാൽ തീരെ ഒരു ഉളുപ്പില്ലാത്ത രീതിയിൽ, സത്യം പറയാലോ, ഒരു പെണ്ണായിട്ട് പോലും ആ ഒരു ഉളുപ്പില്ലാത്ത രീതിയിലാണ് അന്ന് ആ സ്ത്രീ പെരുമാറിയത്. വളരെ മോശമായിട്ട്. അങ്ങനത്തെ ഒരാളൊക്കെ നൈസായിട്ട് അവിടെ വെക്കുമ്പം തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ പറയുക, പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം ആ ഒരു പെണ്ണായിപ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാൻ തന്നെ. അവളെ ക്യാരക്ടർ പറ്റവളും.
അങ്ങ് അത്ര ഒരു അതായത് കാല് അന്ന് തന്നെ വീങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഹൈറ്റിലൊരു വീങ്ങി വന്നിക്ക്. അങ്ങനെ പിന്നത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇനി അവർ മാറ്റി പറയണ്ടാവും. ഞാൻ അന്നത്തെ വീഡിയോ എടുത്തിക്കില്ല. ഇനിയിപ്പോൾ അഥവാ ക്യാമറ ചെക്ക് ചെയ്താക്കിയാലും സംസാരം കിട്ടുകയാണെങ്കിൽ അന്ന് ആ ഡോക്ടർ അവിടെയുള്ള ഡോക്ടർ വരെ പറഞ്ഞിട്ടുണ്ട് ആ മരുന്ന് ഞാൻ എഴുതിക്കില്ലല്ലോ എന്ന്. അതായത് എഴുതിയ ഷീറ്റിൽ ആ ഡോക്ടർ 2 ടൈപ്പ് ആയിട്ട് മാർക്ക് ചെയ്തത് അത് നോക്കാണ്ട് അത് ശ്രദ്ധിക്കാണ്ട് അവൾ ചെയ്ത തെറ്റാണത്. അന്നപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ സിറിഞ്ച് കുത്തിയില്ല, ഞാൻ സാമ്പിൾ നോക്കിയതാണ്. അപ്പോൾ ആദ്യം കുത്തിയില്ല എന്ന് പറഞ്ഞ് സാമ്പിൾ നോക്കിയാന്ന് പറഞ്ഞു. ആ സാമ്പിൾ നോക്കി എന്ന് പറഞ്ഞത് ഈ ഡോക്ടർ പറയാത്ത മരുന്നാണ്. അപ്പം നിങ്ങൾ ആലോചിക്കണം, അന്ന് ആ ഡോക്ടർ അവിടുന്ന്, അന്നത്തെ ഡോക്ടർ ആരാന്ന് കറക്റ്റ് ഓർമ്മയില്ല, അന്ന് ആ ഡോക്ടർ അവിടുന്ന് അവളെടുത്ത് പറഞ്ഞു ഈ തല്ലല് ഞാൻ എഴുതിയെന്ന്. അപ്പം എഴുതാത്ത മരുന്ന് അവൾ കുത്തിയിട്ട് വന്ന വേദനയാണിത്. അതൊന്നും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ആ ഡോക്ടർ പറഞ്ഞ കാര്യമാണ്, ഇത് ഞാൻ എഴുതിയില്ലായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കുത്തിയില്ലാന്ന്. അപ്പോൾ ഡോക്ടർ എടുത്ത് കുത്താൻ ബൾജാവുന്നു, അല്ല ഞാൻ സാമ്പിൾ നോക്കിയതാണ്. അപ്പോൾ ആലോചിക്കണം, അതായത് എഴുതാത്ത മരുന്ന് കുത്തി വെച്ചിട്ടാണ് ഈ ഗതിയായത് കാല്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ കാലിന് കൂടി കറക്റ്റ് മന്ത് പിടിച്ച ആളെ പോലെ ഉണ്ട് കാല്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഈ വീഡിയോ ചെയ്യാനും ഇതാക്കാനൊന്നും എനിക്ക് വലിയ ഇതൊന്നുമില്ല. ഞാനിപ്പോൾ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേമാതിരി നാളെ ഒരു ദിവസം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ആർക്കെങ്കിലും ഈ ഒരു ഗതി വന്നാൽ മരണം വരെ സംഭവിച്ചു പോവാം. നമ്മളെന്ന് പറഞ്ഞ സിസ്റ്റർമാരെയും ഡോക്ടർമാരെയും വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് വെച്ച് നിൽക്കുന്നതും ഈ കിടന്ന് നിൽക്കുന്നതും. ഇനിയിപ്പം ബട്ടക്സിന് വെക്കാണ്ടെങ്കിൽ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് നിൽക്കുന്നത്? ആ സിസ്റ്റർമാരാണെങ്കിലും ഡോക്ടറാണെങ്കിലും അവരോടുള്ളൊരു വിശ്വാസം. ഇങ്ങനെ ചെയ്യുന്ന സിസ്റ്റർ എടുത്ത് നമ്മൾ എന്ത് വിചാരിച്ചിട്ട് എന്ത് ധൈര്യത്തിലാണ് നിൽക്കുക? അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. അത് പോലും ഇല്ലാത്ത ആ ഒരു ലേഡി സ്റ്റാഫ്, അതായത് ആ സിസ്റ്റർ ശരിക്കും പറയാ വെച്ചാൽ സിസ്റ്ററായിട്ട്, അതായത് നേഴ്സായിട്ട് ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഇന്ന് ഇത് വന്ന ആ സിസ്റ്റർ നാളെ എന്തെങ്കിലും ബൈ ചാൻസ് വേറെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനത്തെ ഒരു സിസ്റ്ററാ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് സിസ്റ്ററായിട്ട് ഒരു നേഴ്സായിട്ട് ഒരു ഹോസ്പിറ്റലിൽ എടുക്കരുത്. കാരണം വളരെ മോശമായിട്ടുള്ള പെരുമാറ്റവും വളരെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ആ ഒരു തീരെ ഒരു സ്വഭാവം അത്രയും മോശം. കാരണം നമ്മൾ തെറ്റ് പറ്റിക്കേണ്ടത് അംഗീകരിക്കണം, അതുപോലും അവർ ചെയ്യുന്നില്ല. എനിക്കതാ സങ്കടമായത്. ഞാൻ ആ സ്ഥാനത്ത് ഒരു ആണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ കേസാണെങ്കിൽ കേസ് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കാതിരിക്കാം. നമ്മൾ അത്രയും മാന്യമായിട്ട്, അല്ലെങ്കിൽ അതിന് മുമ്പ് ഞാൻ അവിടേക്ക് വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ ഇതാക്കി പോയി. പിന്നെയും വേദന മാറാഞ്ഞിട്ട് രണ്ടാമത് അവിടെ പോയതാ. രണ്ടാമത് അവിടെ പോയപ്പോഴുള്ള പെരുമാറ്റമാണ് അവരെ എന്തോ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇത് ശരിക്കും പറയാ വെച്ചാൽ ഇവളോട്, അതായത് ജസ്ന എന്ന് പറയുന്ന വ്യക്തിയോട്, അല്ലെങ്കിൽ ജസ്ന സലീം എന്ന് പറഞ്ഞ ഒരാളോട്, അല്ലെങ്കിൽ കൃഷ്ണനെ വരയ്ക്കുന്ന ഒരാളോടുള്ള വൈരാഗ്യവും, പിന്നെ ഇവളെ കൊല്ലാൻ തക്കോണം വേറെ ആരോ പൈസ കൊടുത്ത് ഇവളെ അന്ന് ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വരലുണ്ട് എന്ന് അറിഞ്ഞിട്ട് അന്ന് ഫുൾ ടൈം ഡ്യൂട്ടി എടുത്തിട്ട് എന്നാണോ വരുന്നത് അന്ന് അവൾ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം പല രീതിയിലും വധഭീഷണിയും കാര്യങ്ങളും ഉള്ളതാണ് ഇവർക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവളെ എന്താ പറയുക, ഇവളെ കൊല്ലാൻ തക്കോണം ചെയ്തതാണ് ആ സിസ്റ്റർ. ഇനി നാളെ ഇവർക്ക് എന്തെങ്കിലും പറ്റിയാൽ കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള ആ നേഴ്സ് ഒരാൾ മാത്രമാണ് ഉത്തരവാദി. പിന്നെ ആ സ്ഥാപനം മെയിനായിട്ടുള്ള ഉത്തരവാദി ആ ലേഡി സ്റ്റാഫാണ്, ആ സിസ്റ്റർ ഒരാൾ കാരണമാണ് ഇവളെ കാലി ഗതിയായത്. അപ്പോൾ ഞാൻ ഈ ഗതിയായെന്ന് പറയാൻ കാരണം വെച്ചാൽ നാളെ ഇതേമാതിരി എന്തെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഇവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാ. കാരണം ഇവളോടുള്ള എന്തോ വൈരാഗ്യം, അല്ലെങ്കിൽ ആരോ പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. കാരണം ഇത്രയും കാലമായിട്ട് ആ ഹോസ്പിറ്റലിൽ, അതായത് എനിക്ക് തോന്നുന്നൊരു 2-3 കൊല്ലമായിട്ട് ആ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നു. ഇതുവരെ ഇങ്ങനൊരു അവസ്ഥ അവിടെ നിന്ന് വന്നിക്കില്ല. അപ്പോൾ ഇന്നലെ മെനിയാന്ന് വന്ന ആ ഒരു ലേഡി സ്റ്റാഫ്, ഇതിനു മുമ്പേ ഞങ്ങൾ കണ്ടിട്ടുമില്ല, പുതിയ സ്റ്റാഫാണ്, ആദ്യമായിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ഇവളെ ഈ ഒരു രീതിയിലാക്കണമെങ്കിൽ ഞാൻ തുറന്നു പറയാണ്, ആ സ്റ്റാഫ്, ആ നേഴ്സ് എന്താ പറയുക, കൈക്കൂലി വാങ്ങിയിട്ട്, അതായത് ഇവളെ കൊല്ലാൻ തക്കണം വേറെ ആരോ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവളെ മുതലെടുത്ത് അവൾക്ക് പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാ. അല്ലാണ്ട് ഡോക്ടർ പറഞ്ഞ മരുന്ന് പോലുള്ള അവൾ കുത്തിവെച്ചത്. ഇവർക്ക് എന്തേ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവൾ എന്താക്കിയാലും കയ്യബദ്ധം, ഒരു നേഴ്സാണല്ലോ, വേഗം കൈ വീഴാലോ. അപ്പം ഞാനിപ്പോഴും പറയണേ, ഇവൾക്ക് എന്ത് പറ്റിയാൽ അതിന് പൂർണ്ണ ഉത്തരവാദി അന്നത്തെ ആ നേഴ്സാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല. ഇതിന് എന്തായാലും തക്കതായ നടപടി
ആ ഏതൊക്കെ രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് എടുക്കണം. ഇത് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് എവിടെ എത്തിക്കണോ അവിടെയൊക്കെ എത്തിച്ചിട്ട് ഈ ഒരു നടപടി എടുക്കണം. കാരണം ഞാൻ ഇപ്പോഴും പറയാം, കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സ് ആരോടോ പൈസ വാങ്ങിയിട്ട് ചെയ്തതാണ് ഈ ചെയ്ത്ത്. അല്ലാണ്ട് ഇന്ന് വരെ അവിടെ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവള് വന്നിട്ട് ഇവള് അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവള് പൈസ വാങ്ങാണ്ട് വേറെ ഒന്നുമല്ല. ഇവൾ ആരോടോ പൈസ വാങ്ങിയിട്ട് ഇവളെ കൊല്ലാൻ തക്കോണം ഏതോ ഒരാളോട് പൈസ വാങ്ങിയിട്ടാണ് ഇവള് ചെയ്തത്. അപ്പോൾ അതും തെളിയണം. അതുകൊണ്ട് എല്ലാവരും ഇത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് ഏടൊക്കെ എത്തിക്കാൻ പറ്റും അവിടേക്ക് എത്തിച്ചിട്ട് ഇതിനൊരു നീതി എടുക്കണം. കാരണം ഒരു കാല് മുറിച്ച് മാറ്റേണ്ട ഒരവസ്ഥ ഇപ്പം എനിക്കില്ലെങ്കിൽ അല്ലെ ഓക്കില്ലെങ്കിൽ നാളെ നമുക്ക് ആർക്കും വരാം, ഏതൊരു വ്യക്തിക്കും വരാം. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ട് എന്താ ചെയ്യുക, എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. കാരണം നമുക്ക് നീതി വേണം. കാരണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർക്കൊരു ഉഷാറില്ലാത്ത മാതിരി. കാരണം അവർക്ക് കൊടുക്കാൻ പൈസ ഉണ്ട്, സ്പെഷ്യാലിറ്റിയാണ്. അത് പൂട്ടി പോകുമെന്നുള്ള പേടിനെ കൊണ്ട് ചിലപ്പോൾ ഒരു പൈസ കൊടുക്കും. പൈസ കൊടുക്കുക ഒത്തുതീർപ്പാക്കാനുള്ള ഒരു സംഭവമാണ് ഇത്. ഒരു ഇഞ്ചക്ഷൻ മാറി കുത്തിയിട്ട് ഒരാൾ മരിച്ചു പോവുക ഒന്നും വേണ്ട. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ മാതിരി തന്നെ ആ ഗൂഗിളിലെ റിവ്യൂ എടുത്ത് നോക്കിയാൽ മതി. ഒരു മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ ആ പ്രായമുള്ളൊരു ചേച്ചി എന്തോ ആളെന്തോ വന്നിട്ട് എന്തോ ഇതാക്കിയിട്ട് എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെന്നെ റിവ്യൂ ഇട്ട കാര്യമുണ്ട്. എല്ലാവരും സൂപ്പർ സ്പെഷ്യാലിറ്റീൻ്റെ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആ റിവ്യൂ എടുത്ത് നോക്കിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പം അതിൽ മനസ്സിലാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.